ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ക്രിസ്മസ് കാർഡ് കോമ്പറ്റീഷൻ നടത്തിയതിൻ്റെ, അതും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കോളേജ് കുട്ടികൾക്ക് കൊടുത്തൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിനവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവർ വെച്ച കാർഡുകളാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. വളരെയധികം എഫേർട്സ് എടുത്ത് ഓരോരുത്തരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് കാണണ്ടേ. ഇവിടെ മൊത്തം 27 കാർഡ്സ് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കാർഡുകളും എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്, അതെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് കാരണം എന്നുകൂടി പറയണം. കൂടാതെ ഈ കാർഡുകളെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് കാർഡാണെന്ന് കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇതാണ് 27 കാർഡുകൾ. ഇനി ഇതിൽ ഓരോ കാർഡായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിത് കണ്ടു നോക്കൂ. ഇനി ഞാൻ ഓരോ കാർഡിൻ്റെയും ഉൾവശമൊക്കെ കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ പറയണം ഇതിൽ ഏത് കാർഡിനാണ് ഫസ്റ്റ് കിട്ടുക, ഏത് കാർഡിനാണ് സെക്കൻഡ്, തേർഡ്. എല്ലാ കാർഡും കണ്ടതിന് ശേഷം നിങ്ങൾ പറയൂ ഒരു ജഡ്ജ്മെൻറ്റ്. അപ്പോൾ കണ്ടു നോക്കാം അല്ലേ. ഈ കാർഡുകളൊക്കെ മറിച്ച് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഓരോ കാർഡും എത്രത്തോളം വ്യത്യസ്തമാണെന്ന്. ചിലപ്പോൾ ഒരു യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ വീട്ടുകാരോ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും അതിനൊക്കെ അപ്പുറം അവരുടെ ക്ഷമയും അതേപോലെ തന്നെ അവർക്കതിനുള്ള ഡെഡിക്കേഷനും എല്ലാമാണ് ശരിക്കും ഈ ഓരോ കാർഡ്സിലും കാണുന്നത് കേട്ടോ. അപ്പോഴാണ് നമുക്കറിയാം നമ്മളൊക്കെ എത്രത്തോളം എഫേർട്സ് ശരിക്കും ഇതിനൊക്കെ ആയിട്ട് എടുക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു ക്രിസ്മസ് കാർഡ് അയക്കണമെങ്കിൽ ജസ്റ്റ് കടയിൽ പോകും, ഇഷ്ടപ്പെട്ടൊരു കാർഡ് വാങ്ങും, ശേഷം അഡ്രസ്സൊക്കെ എഴുതി ജസ്റ്റ് വേണമെങ്കിൽ ഒരു ലവിങ്ലിയോ ഫെയ്ത്ത്ഫുള്ളിയൊക്കെ എഴുതിയിട്ട് നമ്മളൊരു കാർഡ് അങ്ങോട്ട് അയക്കും. ശരിക്കും അതല്ലല്ലോ ശരിക്കും വേണ്ടത് അല്ലേ. നമ്മുടെ സ്നേഹമല്ലേ മറ്റൊരാളെ അറിയിക്കുന്നതല്ലേ ശരിക്കും ക്രിസ്മസ് കാർഡുകൾ വഴിയായിട്ട്. അപ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് വളരെ നല്ല കാര്യമല്ലേ. അതുപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ഈ 5-10 പേർക്ക് മാത്രമായിട്ട് മത്സരം സംഘടിപ്പിക്കാതെ, അല്ലെങ്കിൽ 5-10 പേര് മാത്രം മത്സരത്തിൽ പങ്കെടുക്കാതെ ഒരു കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും കാർഡുണ്ടാക്കി കൊണ്ടുവരണം, അങ്ങനൊരു നിബന്ധന അല്ലെങ്കിൽ അങ്ങനൊരു നിർദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളും ചിന്തിക്കും ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ ചെയ്യണം. അങ്ങനെയാണ് അവൻ വളരുന്നത്, അങ്ങനെയാണ് വളരേണ്ടത് അല്ലേ. ചിലപ്പോൾ അതിന് ഉണ്ടാക്കാനായിട്ട് അവൻ്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ യൂട്യൂബോ വേറെ എന്തെങ്കിലുമൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ക്ഷമ എന്താണെന്നും അതേപോലെ തന്നെ എത്രത്തോളം ടൈം നമ്മളതിലേക്ക് ചിലവഴിക്കേണ്ടി വരുമെന്നും ഓരോന്നും വിലപ്പെട്ടതാണെന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട്, അതേപോലെ തന്നെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ഇതേപോലുള്ള പല പല മത്സരങ്ങളും നമ്മുടെ ജീവിതത്തിലും വേണം എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ശരിക്കും ഓരോ കാർഡിനും ഓരോ കഥ പറയാനുണ്ടായിരിക്കും അല്ലേ. ഈ കാർഡിനും ഒരു കഥ പറയാനുണ്ട്. വളരെ സിമ്പിളായ എന്നാൽ നല്ല പവർഫുള്ളായൊരു കാർഡാണ് കേട്ടോ ഇത്. അതുപോലത്തെ മറ്റൊരു സിമ്പിളായൊരു കാർഡും കൂടി അടുത്ത് തന്നെ ഇരിപ്പുണ്ട്, കണ്ടോ. അപ്പോൾ ഓരോ കാർഡായി നിങ്ങൾ കണ്ടു നോക്കൂ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.